ഹലോ, എല്ലാവർക്കും MEL&MEL കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് റെസിപ്പിയുമായിട്ടാണ്. എസ്പെഷ്യലി ഗുജറാത്തി ഫുഡാണിത്. ഡോക്ല എന്നാണ് ഇതിൻ്റെ പേര്. കടലമാവ് ഉപയോഗിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. കൂടാതെ നമ്മളിത് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് എണ്ണയുടെ ഉപയോഗവും അധികം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനായി ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കരുത്, ശ്രദ്ധിക്കുക. അല്പാൽപമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമായി പോകാതെ ശ്രദ്ധിക്കുക. ഇൻ കേസ് വെള്ളം കൂടിപ്പോയാൽ അല്പം കടലമാവ് കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഡോക്ല തയ്യാറാക്കുന്നതിനുള്ള പാത്രം എടുത്തു വെക്കാം. ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോക്ല പെട്ടെന്ന് വിട്ടുപോരുന്നതിന് വേണ്ടി അല്പം എണ്ണ തൂത്തു കൊടുക്കാം. ഞാൻ അല്പം കൂടി ഈസി ആകുന്നതിന് വേണ്ടി ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി. അത് അത്യാവശ്യമുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ഡോക്ല തയ്യാറാക്കുന്നതിനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ അല്ല, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനോയാണ്. ഇത് കണ്ടോ, ഇനോ ഫ്രൂട്ട് സാൾട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണിത്. ഇത് 5 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. നമുക്ക് ഇത് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ വെള്ളം കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, അത് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇനോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി നമ്മൾ ഡോക്ല ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇനോ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചാൽ ആരും പേടിക്കേണ്ട. ഇനോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അസിഡിറ്റി റിലീഫായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്തുള്ള എയർ ബബിളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചമ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് എടുത്ത് വെക്കുക. അതിനുശേഷം ഒരു അടപ്പ് പാത്രം വെച്ച് ഇത് നന്നായി ഒന്ന് കവർ ചെയ്യുക. എൻ്റെ അപ്പച്ചമ്പിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ചാണ് ഇത് കവർ ചെയ്യുന്നത്. ഇനി നമ്മുടെ അപ്പച്ചമ്പ് നന്നായി അടച്ചു വെക്കുക. ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഫോയിൽ പേപ്പർ നമുക്ക് പതുക്കെ ഒന്ന് മാറ്റി നോക്കാം. നോക്ക്, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്കറിയാം വെന്തിട്ടുണ്ടെന്ന്. എന്നാലും നമുക്ക് ടൂത്ത് പിൻ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓർക്കുക, നമ്മൾ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ അല്ല ചേർക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അല്പം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമുള്ള അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ ഇപ്പോൾ നമ്മുടെ ഡോക്ല നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിതാ ഇതുപോലെ വേറൊരു പാത്രം കമിഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് മാറ്റുകയാണ്. നമുക്ക് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാത്രം പതുക്കെ പൊക്കിയെടുക്കാം. ഇപ്പോൾ ഡോക്ല നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റിയെടുക്കണം. ഇതുപോലെ. ഇനി ഈ ഡോക്ല നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും ആകാവുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അല്പം മല്ലിയില കൂടി അതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.